പരിപാടി പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പങ്കെടുക്കുന്നില്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ എന്നൊന്നും ചോദിക്കേണ്ടി. ഈ തെറ്റായ ഇപ്പൊ നിങ്ങൾ വിളിച്ചല്ലോ, ലോകം മൊത്തം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച വിളിക്കാൻ വേണ്ടി ഒരു മടിയില്ലായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം എടുക്കണമായിരുന്നു. അതല്ലേ മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത. നിങ്ങൾ ജേർണലിസ്റ്റ് പഠിച്ചോ, ഇതൊന്നും പഠിച്ചിട്ടില്ലേ? മാധ്യമ ഇപ്പോൾ മേയർ നമുക്കൊപ്പം ചേരുന്നു. ബി വി രാജേഷ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തകരപ്പറമ്പിൽ വഴി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു ചടങ്ങ് നടന്നതിനെ കുറിച്ചാണ്. കോർപ്പറേഷനുമായി യാതൊരു ബന്ധമില്ല എന്നാണ് താങ്കൾ അല്പം മുൻപ് പ്രതികരിച്ചത്. എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളോട് പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചില്ല. നിങ്ങൾ ഈ വാർത്തയെ കുറിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കണ്ടേ? ഞാൻ ആ പരിപാടി പങ്കെടുക്കുന്നത് ആരാ പറഞ്ഞു? ഞാൻ പങ്കെടുക്കുന്നത് കോർപ്പറേഷന്റെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വൃക്ഷത്തെ നടന്നതിനാണ്. ഞാൻ ഇവിടെ എത്തി. അതുപോലെ കോർപ്പറേഷൻ അല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും കഴിയുമോ? രാവിലെ തർക്കിക്കാൻ വേണ്ടി കാര്യം മനസ്സിലാക്കും ആദ്യം. അതായത് മേയർ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. എന്നെ ഒരു 10-15 പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആകെ പങ്കെടുക്കുന്ന, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ വളരെ ആവേശം കാണിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ പങ്കെടുക്കുന്ന 2 പരിപാടിയുള്ളൂ. ശ്രീകണ്ഠേശ്വര പാർക്കിൽ നടക്കുന്ന വൃക്ഷത്തെ നടന്ന പരിപാടി, സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന കർദിനാൾ ക്ലിമീസ് ബാബി ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അല്ല, നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. ഇവിടെ 10,000 സ്ക്വയർ കിലോമീറ്റർ കോർപ്പറേഷനിൽ ഇങ്ങനെ നടക്കുന്നത് വാർത്ത കൊടുത്തപ്പോഴാണ് അറിയുന്നത്. മാത്രമല്ല അതിന്റെ പ്രാഥമിക ഇടപെടാനായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കില്ലേ, വാർത്തയായിട്ട് ഫോൺ ചെയ്തിരിക്കില്ലേ? പിന്നെ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പോലീസിനാണ്. രാവിലെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാനല്ലേ മേയർ, ഭാരവാഹികളുടെ മേയർ ഞാനല്ലേ. നിങ്ങൾ സെക്രട്ടറിയോട് ചോദിച്ചോ, മേയറോട് ചോദിച്ചോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോ, അവരോട് ചോദിക്കാം. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കോൾ എടുത്തല്ലോ. നിങ്ങൾ എന്റെ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ചോദിച്ചോ, നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോ, നിങ്ങളുടെ കൗൺസിലറോട് ചോദിച്ചോ, ആരോട് ചോദിച്ചില്ല. രാവിലെ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങൾ അല്ലെങ്കിൽ പരിപാടി പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പങ്കെടുക്കുന്നില്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ എന്നൊന്നും ചോദിക്കേണ്ടി. ഈ തെറ്റായ ഇപ്പൊ നിങ്ങൾ വിളിച്ചല്ലോ, ലോകം മൊത്തം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച വിളിക്കാൻ വേണ്ടി ഒരു മടിയില്ലായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം എടുക്കണമായിരുന്നു. അതല്ലേ മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഒരു ഭാഗം കൂടെ ചോദിക്കണം. മിനിമം നമ്മളെ എപ്പോഴും വിളിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളെ വിളിച്ചു ചോദിച്ചുകൂടി? അങ്ങനെ ഏറിയ 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ആങ്കർമാരോടൊക്കെ മിനിമം ചോദിക്കുമ്പോഴേക്കും ആ ആക്ടിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് ബോധത്തോടെ ചോദിക്കാൻ വേണം. മുനിസിപ്പൽ ആക്ട് PW റോഡിൽ അവർ സ്റ്റേറ്റ് ഇടപെടാനായിട്ട് ഒരു വകുപ്പില്ലെന്ന കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. കേരള മാപ്പറകളുടെ തനി കോണം എന്താണ് എന്നുള്ളത് വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ എന്ന് തുറന്നു കാട്ടി തന്നെ എടുത്ത് പറയേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം കുരുത്തിരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിലല്ലാതെ വേറെ എവിടെയും കാണത്തില്ല. കാരണം അമ്മാതിരി എന്ത് വാർത്തയും, അതായത് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നോക്കാതെ മഞ്ഞപ്പത്രക്കാർ കൊടുക്കുന്നതിൻ്റെ നിന്നും അങ്ങേയറ്റം ഉടായിപ്പ വാർത്തകൾ കൊടുക്കുന്ന ചാനലുകളായി പോയി ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ ചാനലുകളിൽ ഭൂരിഭാഗവും എന്ന് എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് BJPക്കെതിരെ എന്തെങ്കിലും ഉണ്ടയില്ലാ വീടി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ണും പൂട്ടി ഒന്നും നോക്കാതെ എടുത്തിട്ടങ്ങ് അലക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാപ്രകളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അതിൽ ഇപ്പോഴത്തെ ഒരു ഇര എന്ന് പറയുന്നത് വി രാജേഷ്, മേയർ ആയിട്ടുള്ള വി രാജേഷാണ്. കാരണം പുള്ളിക്കാരനെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും പെടുത്തണം അല്ലെങ്കിൽ നാറ്റിക്കണം എന്നുള്ള പ്രധാന ലക്ഷ്യവുമായിട്ട് കുറെ എണ്ണം ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ പുള്ളിക്കാരൻ പെടുന്നില്ല. അതാണ് ഇവരുടെയൊക്കെ തന്നെ ഒരു ഏറ്റവും വലിയ കരച്ചിലെന്ന് പറയുന്നത്. കാരണം വി രാജേഷ് ഇപ്പോൾ എന്തോ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് മാപ്രകൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും നാറ്റിക്കാനായിട്ടുള്ള പരിശ്രമമാണ് മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള കാര്യം എന്തെങ്കിലും ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അത് പറയാം. ഇത് നട്ടാക്കുരുക്കാത്ത നുണകൾ അടിച്ചു വിടുക എന്ന് പറയുന്നത് ഇവറ്റൊക്കെ എന്തിന്റെ കേടാണെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. എന്തായാലും നല്ല രീതിക്കുള്ള മറുപടി ഓൺ ദ സ്പോട്ടിൽ മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവറ്റകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJPയുടെ പിറകെ പോകാനേ സമയമുള്ളതെന്ന് പറയുന്നത്. അതേസമയം ബാക്കിയുള്ള മന്ത്രിമാര്, ബാക്കിയുള്ള MLA-മാരുടെ, ബാക്കിയുള്ള MP-മാരുടെ ആരുടെയും പിറകെ ഒന്നും വേണ്ട. ഉള്ളി BJP ജയിച്ചിരിക്കുന്ന MLA-മാരുടെ പിറകെ, BJP ജയിച്ചിരിക്കുന്ന MP-മാരുടെ പിറകെ, BJPയുടെ മേയറുടെ പിറകെ മാത്രമേ ഇവരുടെ പോക്കുള്ളെന്ന് പറയുന്നത്. ബാക്കിയുള്ള മേയർമാരുടെ പിറകെയോ ബാക്കിയുള്ള കോർപ്പറേഷനിലെ കാര്യമോ ബാക്കിയുള്ള കോർപ്പറേഷന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് അറിയേണ്ടതില്ല. എല്ലാം കൂടി BJPയുടെ പിന്നാലെയാണ്. എന്തൊരു കഷ്ടമാണ്. കേരളത്തിൽ BJP മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വിജയിച്ചിരിക്കുന്നത് BJPയുടെ MP-യും MLA-മാരും അതോടൊപ്പം തന്നെ ആ തിരുവനന്തപുരം ഒരു കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അറിയാൻ പറ്റിയിട്ട് ചോദിക്കും, ഈ മാപ്രകളുടെ ഈ ഒരു കൂട്ടക്കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നും BJP മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ, ഇവിടെ LDF UDF ഒന്നും ഇല്ല എന്നൊക്കെ. എന്തൊരു കഷ്ടമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു മഴ പെയ്താലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായാലോ അതെല്ലാം കോർപ്പറേഷന്റെ മണ്ടയ്ക്കാണ് അല്ലെങ്കിൽ വി രാജേഷിന്റെ മണ്ടയ്ക്കാണ്. അല്ലാതെ അതിന് സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട വകുപ്പുകൾക്കോ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല. അത് മുഴുവൻ ഈ പറയുന്ന വി രാജേഷും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെയും കുഴപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് മാപ്രകൾക്ക് പ്രധാനമായും ഇഷ്ടമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എതിർ പാർട്ടിക്കാരെയല്ല, ഇവർക്കാണ് കുഴപ്പം കൂടുതലെന്ന് പറയുന്നത്. എന്തായാലും ആ സൂക്കേടുള്ള മരുന്ന് ഓൺ ദ സ്പോട്ടിൽ തന്നെ വി രാജേഷ് ഓരോ ഘട്ടമായി കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. കാരണം ഇങ്ങോട്ട് അമ്പ് വരുമ്പോഴത്തേക്കും തിരിച്ച് നല്ല വെടിയുണ്ടകൾ അങ്ങോട്ട് കൊടുത്തു വിടുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് വി രാജേഷ് ചെയ്യുന്നത്. കാരണം മാപ്രകൾക്കൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല സ്കോർ ചെയ്യാനായിട്ട്. എല്ലാം കൂടി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും തിരിച്ചെടുത്തിട്ട് അങ്ങ് പഞ്ഞിക്കിടുന്ന തരത്തിലാണ് വി രാജേഷിന്റെ ഓരോരോ നീക്കങ്ങൾ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ ഭരണം തുടങ്ങിയിട്ട് ആ മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. അയാളൊന്ന് നേരെ ചൊവ്വേ ഭരിക്കട്ടെ. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് തിരുവനന്തപുരത്ത് അയാൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഏത് ഭരണസമിതികളാണ് ഇതുപോലുള്ള നീക്കങ്ങളൊക്കെ തന്നെ അവിടെ നടത്തിയിട്ടുള്ളത്? അപ്പൊ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേയറുടെ ഭരണം അത് കൊള്ളത്തില്ല എന്നാക്കി കാണിക്കാനായിട്ട് നടത്തുന്ന ഇമാതിരിയുള്ള നാടക കസർത്തുകൾ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം, കുറച്ചെങ്കിലും ലജ്ജ എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇല്ലേ എന്ന് മാത്രമേ ചോദിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന മാധ്യമ ചാനലുകൾ, അതായത് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമ ചാനലുകളൊക്കെ തന്നെയും
ഇനി എന്തൊക്കെ തരത്തിലുള്ള ഉടായ്പകൾ ഇറക്കിയാലും അതൊന്നും തന്നെ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷിന് ഏക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് വി രാജേഷിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ കളി പഠിച്ചിട്ട് തന്നെയാണ് ഭരിക്കാനായിട്ട് അവിടെ ഇറങ്ങിയെന്ന് പറയുന്നത്. അങ്ങയുടെ ഓരോ സംസാര രീതികളും അങ്ങയുടെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ അറിയാം എല്ലാത്തിനുമുള്ള മരുന്ന് അങ്ങയുടെ കൈവശമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങനെയൊന്നും വി രാജേഷിനിട്ട് കൊട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് മാപ്രകൾക്ക് പോലും കൃത്യമായിട്ട് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്.